സാധാരണഗതിയിൽ പറയുവാണെങ്കിൽ നമ്മളൊരു ബാൽക്കണിയുടെ ഒരു ആൻഡ്രയിലിന് നമ്മളൊരു 1.2 മീറ്റേഴ്സ്, അതായത് ഏകദേശം ഒരു 4 അടി പൊക്കം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നിയമത്തിൽ പറയുന്നത്. ഇത് കൂടാതെ ലിഫ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു ലൈസൻസ് ഉണ്ട്. ഈ ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ഇതിന് ശേഷമാണ് നമുക്ക് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുക. ഇത് എല്ലാ വർഷവും പുതുക്കുകയും വേണം. ലിഫ്റ്റിൻ്റെ ലൈസൻസ് എല്ലാ വർഷവും ഈ ലൈസൻസ് നമ്മൾ പുതുക്കണം. അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി നമ്മൾ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നമ്മൾ ഫയർ ഡ്രോയിങ്സിൻ്റെ ഒരു സാങ്ഷൻ എടുക്കുകയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവരുടെ കയ്യിൽ നിന്നൊരു ഫയർ NOC എടുക്കുകയും വേണം. അപ്പോൾ അവരുടെയും ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതും എല്ലാ വർഷവും ഉണ്ടാകും. ഇതെല്ലാം ഒരു ആനുവലി റിന്യൂ ചെയ്യേണ്ടതായിട്ടുള്ള ലൈസൻസുകളും NOCകളുമാണ്. അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഹൈ റൈസ് ബിൽഡിങ്ങുകളിൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഒരു NOC കൂടി വെച്ചിട്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ നമുക്ക് കിട്ടുക. അതിനും ഉണ്ട് ഈ ആനുവൽ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് ഈ ഗൈഡ് ലൈനുകൾ ബിൽഡറും അതിനുശേഷം അസോസിയേഷനുകളും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.